സ്വയം കുഴിച്ച കുഴിയിൽ വീണ് പോറ്റി. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണന്റെ തന്ത്രം. വിവാദം ആളിപ്പടർന്നതോടെ സ്വന്തം ആപ്പ് വെച്ച അവസ്ഥയിൽ. ഭൂമി ഇടപാട്, ബ്ലേഡിന് പണം കൊടുക്കൽ, ദുരൂഹമായി പോറ്റിയുടെ ഇടപാടുകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ആളിപ്പടരാൻ തുടങ്ങിയതോടെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരാണ്. ആദ്യം ശബരിമലയിലെ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി നൽകിയ സ്പോൺസർ എന്ന നിലയിലായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പേര് ഉയർന്നു വന്നത്. പിന്നീട് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുകയായിരുന്നു. ഇത് തനിക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള അന്വേഷണങ്ങളുടെ മുനയൊടിക്കാനാണെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെ സംഭവത്തിൽ ദുരൂഹതയേറിയെന്ന് മാത്രമല്ല, താൻ വെച്ച കെണിയിൽ താൻ തന്നെ വീണ അവസ്ഥയിലായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേസമയം സംശയനിഴലായ പോറ്റിയെയും സഹായി വാസുദേവനെയും അടുത്ത ദിവസം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും അന്വേഷണ വിധേയമാക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി തട്ടിയെടുത്തത് സംബന്ധിച്ച ഇന്റലിജൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇയാൾ ഉന്നതരുമായും പ്രധാന രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പമുണ്ടാക്കുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സിനിമാ താരങ്ങൾ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പവും പോലീസ് ആസ്ഥാനത്ത് ADGP ആദരിക്കുന്ന ചടങ്ങിൽ പോലീസ് ഉന്നതർക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. പുളിമാത്ത് ദേവി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പിതാവിന്റെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പൂജാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിലും കീഴ്ശാന്തിയായി പ്രവർത്തിച്ചു. ഇതിനിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ ബംഗളൂരുവിലേക്ക് പോയി. അവിടെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഏറെ നാൾ പൂജാരിയായിരുന്നു. പിന്നാലെ ശബരിമലയിലേക്ക് കീഴ്ശാന്തിയായി എത്തി. ശബരിമലയിൽ എത്തിയതോടെ ഉണ്ണികൃഷ്ണന് ബംഗളൂരുവിലെ സ്വാമി ഭക്തർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനായി. മാത്രമല്ല, സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനും മറ്റുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോടെ അവരുമായി ഉറ്റ ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. ക്രമേണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭക്തരും വഴിപാടുകളും സമർപ്പണങ്ങളും കഴിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ വഴിയായി. എന്നാൽ ഉണ്ണികൃഷ്ണൻ വളരെ പെട്ടെന്നാണ് സമ്പന്നനായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് വളരെ ഊർജിതമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം.